ഹായ് ഗെയ്സ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ തൊലി കറുത്ത പഴം ഉണ്ടായിരിക്കൂലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതുതന്നെയാണ് കേട്ടോ. തൊലി കറുത്ത പഴം കൊണ്ട് അടിപൊളി ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നോമ്പിനൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ പഴമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ജ്യൂസ് അടിക്കുക. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാം കേട്ടോ. ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചാൽ വയറങ്ങോട്ട് നിറയും. വൈകുന്നേരത്തിലൊക്കെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. തൊലി കറുത്ത പഴങ്ങൾ എത്ര ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങൾക്ക് അനുസരിച്ചിട്ട് എത്ര ഗ്ലാസ് വേണോ അതിനനുസരിച്ച് എടുക്കാം. ഇത് ഞാൻ ഒരു പഴം കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് ചെറുപഴം ഇങ്ങനെ തൊലി കറുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതേ സ്റ്റെപ്പ് പോലെ ചെയ്തെടുക്കാം. ഈസിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ എന്ത് സംഭവങ്ങളുണ്ടോ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ജ്യൂസ് അടിക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഏത് നട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളടുത്ത് ഏതാണ് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നിലക്കടലയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പഴത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനൊരു അളവൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ പാലില്ല. അപ്പോൾ പാലിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 സ്പൂണോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പാലുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തൊലി കറുത്ത പഴമാണെന്നൊന്നും മനസ്സിലാവില്ല. നമ്മുടെ തൊലി കറുത്തിട്ടാണെങ്കിലും ഉള്ളിൽ നന്നായിട്ട് തന്നെ നല്ലൊരു പഴമായിരിക്കും. പക്ഷേ നമുക്ക് തൊലി കറുത്തതായതുകൊണ്ട് നമ്മൾ കഴിക്കാൻ മടിയായിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കത് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യത്തിന് മധുരമുണ്ട്. പഴം പഴുത്തതായത് കാരണം നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് രൂപത്തിൽ ഇതാ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു ജ്യൂസാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കടലേനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മുകളിലൂടെ ഒന്ന് ഡെക്കറേഷൻ ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് മാത്രം ഇത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മുതിർന്നവരെന്നല്ല, അവർക്ക് വേണമെങ്കിൽ അവർക്കും ഉണ്ടാക്കിയെടുക്കാം. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിട്ടോ, നമ്മുടെ വയറും നിറയും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ട് സംഭവം. അതുപോലെ നമ്മൾ ഈ പഴം കൊണ്ട് എണ്ണ പലഹാരങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതുപോലെ നിങ്ങൾ ഒരു തവണയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പികൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.